ഇൻഫെർട്ടിലിറ്റി എന്നുള്ള വാക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം ഇൻഫെർട്ടിലിറ്റി എന്ന വാക്ക് ഒരു ടാബു ആണ്. ടാബു എന്ന് പറഞ്ഞാൽ ആർക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇഷ്ടമില്ല. ഇപ്പൊ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുക, അതായത് കുഞ്ഞുങ്ങളായില്ല എന്ന് പറയും, നമ്മൾ അതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ധാരണ വേണം. പ്രത്യേകിച്ച് കേരളത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം, 1 ഇയർ, യാതൊരു വക ഈ കുടുംബാസൂത്രണ ഇതൊന്നും യൂസ് ചെയ്യാണ്ട്, കോൺട്രാസെപ്ഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ഹസ്ബൻഡും വൈഫും കൂടി ഒരുമിച്ച് ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തു. എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ ഫെർട്ടിലിറ്റി എന്ന് ലേബിൾ. ഞാൻ കേരള കോണ്ടെക്സ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ നാട്ടില് മൈഗ്രന്റ് പോപ്പുലേഷൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് ചിലപ്പോൾ പോകും. ആള് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ 5 വർഷം കഴിയുമ്പോഴേക്കും സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ 5 വർഷം കല്യാണം കഴിഞ്ഞിട്ടായി, കുഞ്ഞായില്ല. പക്ഷെ ചോദിക്കുമ്പോൾ ഒരുമിച്ച് അവര് 2 മാസമായിരിക്കും ഒരുമിച്ചുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു വർഷത്തോളം തുടർച്ചയായി നിൽക്കണം, ട്രൈ ചെയ്യാം. അതിന്ന് നമ്മൾ കുറച്ച് വ്യത്യാസം വരുത്താറുണ്ട്. കാരണം ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികളാവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രായം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ പ്രായം ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, ഏജ് ഓഫ് ദ ഫീമെയിൽ പാർട്ട്ണർ. അപ്പൊ സ്ത്രീകൾക്ക് 35 വയസ്സ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു വർഷം എന്നുള്ളത് ഒരു 6 മാസമായിട്ട് കുറയും. 6 മാസം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ടെസ്റ്റ് തുടങ്ങും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരിക്കലും ഇൻഫെർട്ടിലിറ്റി ലേബിൾ വന്നാൽ അത് കഴിഞ്ഞാൽ പേഷ്യൻസിന് പിന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുകയായി, അവർ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻ്റ് ആയി, എല്ലാ മാസവും ഡോക്ടറെ കാണണം. ഇതൊക്കെ ഒരു സ്ട്രെയിൻ ആണ്. ആ ലേബിൾ വരുന്നതിന് മുമ്പും ഈ സ്ട്രെയിൻ ഒക്കെ അവർക്ക് പാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പും കുറെ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും കറക്റ്റ് ഡയഗ്നോസിസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും മിസ്സായി പോകും. കാരണം അവരുടെ ആകാംക്ഷയാണ്. ആൾക്കാർക്ക് ഒരു പീപ്പിൾ ആർ ടെൻസ് അബൌട്ട് ദിസ് തിങ്, ദേ വോണ്ട് ചൈൽഡ് ഫാസ്റ്റ്. അപ്പൊ പിന്നെ വി ആർ അമേസ്ഡ്. ഇപ്പൊ 1.5 മാസം ആകുമ്പോഴേക്കും ഓടി വരും, അയ്യോ കുഞ്ഞായില്ല. അയ്യോ കുഞ്ഞായില്ല പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഡോക്ടറുടെ ചുമതലയാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ. അപ്പൊ എന്താ ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് അത്.